JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കൊമേഴ്സ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാൻഡ്സ് ഫോർ? അതായത് നിക്ഷേപം എന്തിനെ സൂചിപ്പിക്കുന്നു? നിക്ഷേപം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? യൂസ് ഓഫ് ഫണ്ട് ഫോർ ദ അസറ്റ്സ് വിത്ത് ദ പർപ്പസ് ടു ഏൺ റിട്ടേൺസ്. അതായത് വരുമാനം നേടുന്നതിനായി ആസ്തികൾക്കായുള്ള ഫണ്ടുകളുടെ ഉപയോഗം. എ ഫിനാൻഷ്യൽ റിസോഴ്സ് ബോട്ട് വിത്ത് ദ possibility that the resource will turn out revenue later on or will later be sold at a greater cost of the benefit is called investment. അതായത് റിസോഴ്സ് പിന്നീട് വരുമാനമായി മാറുന്നതിനോ പിന്നീട് ആനുകൂല്യത്തിന്റെ വലിയ വിലയ്ക്ക് വിൽക്കുന്നതിനോ ഉള്ള ബാധ്യതയോടെ വാങ്ങിയ സാമ്പത്തിക വിഭവത്തെ നിക്ഷേപമെന്ന് വിളിക്കുന്നു. അതായത് ഈ നിക്ഷേപം എന്ന എന്തിനെ സൂചിപ്പിക്കുന്നേ? വരുമാനം നേടുന്നതിനായി ആസ്തികൾക്കായുള്ള ഫണ്ടുകളുടെ ഉപയോഗം. അതായത് റിസോഴ്സ് പിന്നീട് വരുമാനമായി മാറുന്നതിനോ പിന്നീട് ആനുകൂല്യത്തിന്റെ വലിയ വിലയ്ക്ക് വിൽക്കുന്നതിനോ ഉള്ള സാധ്യതയോടെ വാങ്ങിയ സാമ്പത്തിക വിഭവത്തെയാണ് നിക്ഷേപം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The ultimate concern of financial management is. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആത്യന്തിക ആശങ്ക ഇതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആത്യന്തിക ആശങ്ക ഇതാണ്. എന്താണ്? To acquire and utilize every aspect of financial resources in order to maintain the firm activities. അതായത് ദൃഢമായ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് സാമ്പത്തിക സ്രോതസ്സുകളുടെ എല്ലാ വശങ്ങളും നേടുന്നതിനും ഉപയോഗിക്കുന്നതിനും. അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആത്യന്തികമായ ആശങ്ക. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് ജനറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ബോർഡ് ഓർ ടു ദ മോണിറ്ററി അസറ്റ്സ് ഓഫ് എ വെഞ്ചർ. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നത് ഒരു സംരംഭത്തിന്റെ മോണിറ്ററി അസറ്റുകൾക്ക് ബോർഡിന്റെ പൊതുവായ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The finance manager's role is to. The finance manager's role is to. അതായത് ഫിനാൻസ് മാനേജറുടെ പങ്ക് ഇതാണ്. എന്താണ് ഫിനാൻസ് മാനേജറുടെ പങ്ക്? മെയിൻറ്റെയിൻസ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത്. അതായത് സാമ്പത്തിക ആരോഗ്യം നിലനിർത്തുന്നു. ഇൻ ഹിസ് കൺവെൻഷണൽ ജോബ് the money director is liable for the course of action of monetary assets. അതായത് തന്റെ പരമ്പരാഗത ജോലിയിൽ പണ ആസ്തികളുടെ പ്രവർത്തനഗതിക്ക് മണി ഡയറക്ടർ ബാധ്യസ്ഥനാണ്. അതാണ് the finance manager's role. Maintains the financial health. അതായത് സാമ്പത്തിക ആരോഗ്യം നിലനിർത്തുന്നു. തന്റെ പരമ്പരാഗത ജോലിയിൽ പണ ആസ്തികളുടെ പ്രവർത്തനഗതിക്ക് മണി ഡയറക്ടർ ബാധ്യസ്ഥനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. In the share market, the market value of any share is decided by. അതായത് ഷെയർ മാർക്കറ്റിൽ ഏതൊരു ഓഹരിയുടെയും വിപണി മൂല്യം തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് ആണ്. ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ്. ഇൻ ദ ഷെയർ മാർക്കറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എനി ഷെയർ ഈസ് ഡിസൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ്. ദ മാർക്കറ്റ് വർത്ത് ഓഫ് ദ ഓഫേഴ്സ് ഈസ് chosen by the venture market. Market esteem is the value a resource would get in the commercial center. അതായത് ഓഫറുകളുടെ വിപണി മൂല്യം വെഞ്ചർ മാർക്കറ്റ് തിരഞ്ഞെടുക്കുന്നു. വാണിജ്യ കേന്ദ്രത്തിൽ ഒരു വിഭവത്തിന്
ലഭിക്കുന്ന മൂല്യമാണ് മാർക്കറ്റ് ആദരവ്. The market worth of the offers is chosen by the venture market. Market esteem is the value a resource would get in the commercial center. അതായത് ഓഫറുകളുടെ വിപണി മൂല്യം വെഞ്ചർ മാർക്കറ്റ് തിരഞ്ഞെടുക്കുന്നു. വാണിജ്യ കേന്ദ്രത്തിൽ ഒരു വിഭവത്തിന് ലഭിക്കുന്ന മൂല്യമാണ് മാർക്കറ്റ് ആദരവ്. അടുത്ത ക്വസ്റ്റ്യൻ. The ultimate purpose of financial management is. സാമ്പത്തിക മാനേജ്മെന്റിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. എന്താണ്? The ultimate purpose of financial management is എന്താണ്? To increase the wealth of owners. ഉടമകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ. അതാണ് സാമ്പത്തിക ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. എന്താണ്? ഉടമകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ. All organizations mean to expand their benefits, limit their costs and augment their piece of the pie. അതായത് ഉടമകളുടെ എല്ലാ ഓർഗനൈസേഷനുകളും അവരുടെ ആനുകൂല്യങ്ങൾ വിപുലീകരിക്കാനും ചെലവുകൾ പരിമിതപ്പെടുത്താനും അവരുടെ പൈയുടെ ഭാഗം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിക്കുന്നു. The ultimate purpose of financial management is to increase the wealth of owners. ഉടമകളുടെ സാമ്പത്തിക സമ്പത്ത് വർദ്ധിപ്പിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ. What is capital budgeting related to? എന്താണ് മൂലധന ബഡ്ജറ്റിംഗ്? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? What is capital budgeting related to? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് ടേം അസറ്റ്സ്, ദീർഘകാല ആസ്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിലേറ്റ്സ് ടു ലോങ് ടേം റിസോഴ്സസ്. ക്യാപിറ്റൽ പ്ലാനിംഗ് ഈസ് ദ സൈക്കിൾ a business attempts to assess likely significant task or speculations. അതായത് മൂലധന ബഡ്ജറ്റിംഗ് ദീർഘകാല വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാര്യമായ ജോലികളോ ഊഹക്കച്ചവടങ്ങളോ വിലയിരുത്താൻ ഒരു ബിസിനസ് ശ്രമിക്കുന്ന സൈക്കിളാണ് മൂലധന ആസൂത്രണം. അപ്പോൾ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ടു ലോങ് ടേം അസറ്റ്സ്, ദീർഘകാല ആസ്തികൾ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിലേറ്റ്സ് ടു long term resources. Capital planning is the cycle a business attempts to assess likely significant task or speculations. മൂലധന ബഡ്ജറ്റിംഗ് ദീർഘകാല വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാര്യമായ ജോലികളോ ഊഹക്കച്ചവടങ്ങളോ വിലയിരുത്താൻ ഒരു ബിസിനസ് ശ്രമിക്കുന്ന സൈക്കിളാണ് മൂലധന ആസൂത്രണം. അടുത്ത ക്വസ്റ്റ്യൻ. CAPM stands for. CAPM എന്നതിന്റെ അർത്ഥം എന്താണ്? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. The capital resource evaluating model, അതായത് CAPM is utilized to work out the expected pace of return for any hazard resource. ഏതൊരു അപകടകരമായ വിഭവത്തിനും പ്രതീക്ഷിക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. എന്താണ്? CAPM. അടുത്ത ക്വസ്റ്റ്യൻ. Among the following options, which one is not included in money market security? അതായത് ഇനി പറയുന്ന ഓപ്ഷനുകളിൽ മണി മാർക്കറ്റ് സെക്യൂരിറ്റിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് ഉൾപ്പെടാത്തത്? നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെ, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ഡിക്ലറേഷൻ ഈസന്റ് എ കറൻസി മാർക്കറ്റ് പ്രൊട്ടക്ഷൻസ്. അതായത് പൊതു നിക്ഷേപ ഫണ്ട് പ്രഖ്യാപനം ഒരു കറൻസി മാർക്കറ്റ് സംരക്ഷണമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് മാനേജ്? അതായത് പ്രവർത്തന മൂലധന മാനേജ്മെന്റ് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഷോർട്ട് ടേം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് ഷോർട്ട് ടേം അസറ്റ്സ് ആൻഡ് ഹ്രസ്വകാല ആസ്തികളും ബാധ്യതകളുമാണ് കൈകാര്യം ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓവർസീയിങ് ട്രാൻസിയന്റ് റിസോഴ്സസ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് പ്രവർത്തന മൂലധന ഭരണം താൽക്കാലിക വിഭവങ്ങളുടെയും ബാധ്യതകളുടെയും മേൽനോട്ടം വഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ.
കമ്പനീസ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ ആവറേജ് ഓഫ്, അതായത് ഏതൊരു കമ്പനികളുടെയും മൂലധനത്തിന്റെ ശരാശരി ചെലവ് കോസ്റ്റ് ഓഫ് ഷെയർസ് ആൻഡ് ഓൾ സോഴ്സസ് ഓഫ് ലോങ് ടേം ഫണ്ട്സ്, അതായത് ഓഹരികളുടെ വിലയും ദീർഘകാല ഫണ്ടുകളുടെ എല്ലാ സ്രോതസ്സുകളും. The organization's typical expense of capital is the typical expense of offers and all wellsprings of long haul reserves. അതായത് ഓർഗനൈസേഷന്റെ സാധാരണ മൂലധന ചെലവ് ഓഫറുകളുടെ സാധാരണ ചെലവും ദീർഘകാല കരുതൽ ശേഖരണത്തിന്റെ എല്ലാ കിണറുകളും ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എനി കമ്പനീസ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഷെയർസ് ആൻഡ് ഓൾ സോഴ്സസ് ഓഫ് ലോങ് ടേം ഫണ്ട്സ്, അതായത് ഓഹരികളുടെ വിലയും ദീർഘകാല ഫണ്ടുകളുടെ എല്ലാ സ്രോതസ്സുകളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.